മീൻമുട്ടി വാട്ടർഫാൾസിലാണ്. ഇവിടത്തെ വെള്ളച്ചാട്ടം വളരെ പേര് കേട്ടതാണ് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ബാണാസുര ഡാമിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോവാം. മീൻമുട്ടി നമ്മളവിടെ ഒരു മീൻമുട്ടി ഉണ്ട്, അപ്പോൾ അതാണോ എന്നറിയാം, അതേപോലെ ആണോ എന്നറിയത്തില്ല. ജസ്റ്റ് അങ്ങോട്ട് പോയി അവിടുത്തെ വിഷ്വൽ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് കാണാമല്ലോ. അപ്പം അങ്ങോട്ട് കയറുന്നൊരു കയറ്റോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാട്ടർഫാൾസിൽ എങ്ങനെയാട്ടാ വരുന്നത്? ഈ വാട്ടർഫാൾസിൽ വരുന്നത് വയനാട് പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ നിന്ന് പടിഞ്ഞാറത്തറ എന്നൊരു 5 കിലോമീറ്ററാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. 5 കിലോമീറ്റർ ബാണാസുര ഡാമിൻ്റെ തൊട്ടടുത്താണ്. ബാണാസുര ഡാമിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ആൾക്കാരും വരുന്ന വെള്ളത്തിലിറങ്ങാനും കുളിക്കാനൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടുത്തെ ശുദ്ധജലം, ഇത് ഞങ്ങളുടെ പ്രദേശവാസികളുടെ ഒരു കുടിവെള്ള പദ്ധതിയും കൂടിയാണ്. അത് ഇപ്പോൾ വയനാട് ജില്ലയിൽ ഇത്രയും നല്ല പ്യൂർ വാട്ടർ നിങ്ങൾക്ക് വേറെ എവിടെയും വരുന്നവർക്ക് കിട്ടില്ല. കാരണം ഇത് വനത്തിൽ നിന്ന് വരുന്ന ഉറവ വെള്ളമാണ് ഇത് തികച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്, നല്ല ശുദ്ധജലമാണ്. അപ്പോൾ ഈ മീൻമുട്ടിയും പരിസരമെല്ലാം ഞങ്ങൾ അതുപോലെ വളരെ വൃത്തിയായിട്ടാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും ഇടാൻ ഞങ്ങളിവിടെ സമ്മതിക്കാറില്ല. ഒരു 15 വർഷത്തോളമായി വനം വകുപ്പിൻ്റെ കീഴിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതിൻ്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ വനം വകുപ്പിലാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഞങ്ങൾ ശനി ഞായറെല്ലാം നല്ല തിരക്കായിരിക്കും. ഇന്നിപ്പോൾ തിരക്കായിക്കൊണ്ടിരിക്കുന്നത്, ഇട ദിവസങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. പിന്നെ ഇവിടെ അതിലുപരിയായിട്ട് കേരളത്തിൽ ഏറ്റവും ഒന്നാമത്തെ സെൻറ്റർ എന്ന് പറയാൻ ഇവിടെ ട്രെക്കിങ്ങും മീൻമുട്ടി വാട്ടർഫാൾസും, അതായത് മലയ്ക്ക് ട്രെക്കിങ്ങിനും പോകാൻ ഇവിടെ വന്ന് കുളിക്കുകയും ചെയ്യാവുന്ന കേരളത്തിൽ ഒരേ ഒരു സ്ഥലം ഇവിടെ മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ബാണാസുര ഹിൽ ട്രെക്കിംഗ് അത് 5 പേരടങ്ങുന്ന ഒരു ടീമിന് 3110 രൂപയാണ് അതിൻ്റെ ചാർജ്. GST ഉണ്ടോ? GST ഉണ്ട്. അതിൽ അഡീഷണൽ ഒരാൾക്ക് 413 രൂപയും വരും. ഓക്കെ, ശരിയാണ്, താങ്ക് യു. അപ്പോൾ ഞാനിട ഓ ഇല്ല ഒരാളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും താഴെയാണ് എത്തിയിരിക്കുന്നത്. കറക്റ്റ് വെള്ളച്ചാട്ടം എന്താണെന്ന് നമുക്ക് മുകളിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടില്ല, ഇവിടെ കിണർ പോലത്തെ ഒരു വെള്ളച്ചാട്ടം. മുകളിലൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കിഡിലെ സ്പോട്ടാണ് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നമുക്ക് കാണാം. മുകളിലോട്ട് അത് തന്നെ പോകണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഓപ്പോസിറ്റുള്ള പാറയുടെ മുകളിൽ നിന്നൊരു വ്യൂ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സൗണ്ട് കിട്ടുന്നറിയില്ല, വോയിസ്. അപ്പം ഇവിടെ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ആ കാര്യത്തിൽ പേടിക്കേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പേടിക്കും. ഗൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. എവിടെ ഇറങ്ങണ്ടാന്ന് പുള്ളിക്കാരനെ വിത്ത് പെർമിഷനായിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇവിടെ ഇറങ്ങുന്ന കാര്യത്തിൽ. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, ചറക്കും, അത് മെയിനായിട്ട് നോക്കിക്കണം, സ്ലിപ്പാവുന്നത് നോക്കണം. ഗ്രിപ്പുള്ള ഷൂ കേട്ടുകൊണ്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടും. ഇവിടെ കയറ് കെട്ടിന് ഇപ്പുറത്ത് കയറാൻ പാടില്ല. അത് അവർ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കയറിന് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതല്ലേ കറക്റ്റ് ലോ ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം നമുക്കിവിടെ ഗൈഡ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇവിടെ ഇറങ്ങണമോ ഇറങ്ങണ്ടെന്ന്. ആ കയറിനപ്പുറത്ത് പോരുത്, അവർ ഡേഞ്ചറാണ്. കുളിക്കാൻ വേണ്ടി സേഫ്റ്റിക്കാണ് അവർ നിൽക്കുന്നത്. കാര്യം നമ്മളിൽ നിന്ന് 50 രൂപ വാങ്ങുമ്പോൾ അതിൻ്റെതായ കാര്യം അവർ ചെയ്യുന്നുണ്ട്. അവിടെ 50 രൂപയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് അടുത്തോട്ട് പോയാലേ അറിയാൻ പറ്റത്തില്ല 50 രൂപയ്ക്ക് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഞറങ്ങണുണ്ട്. ഞറങ്ങണത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. കണ്ടില്ലേ, അതിനപ്പുറം പോകാൻ പാടില്ല, പ്രത്യേകം കയറ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ കുറച്ച് ആൾക്കാരൊന്ന് കുളിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ ബാണാസുര ഡാമിൽ ജസ്റ്റ് ഒരു 4 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ മാപ്പിൽ പിൻ ചെയ്തേക്കാം. ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടാൽ കുളിക്കാൻ തോന്നും. പക്ഷേ ഇനി ഞാനിപ്പോൾ കുളിച്ചിട്ടാണ് വന്നത്. അത് മാത്രമല്ല നല്ല തണുപ്പുള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ, കുളിക്കാനും പാടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ വിഷ്വൽ അടുത്ത് നേരെ അപ്പുറത്തോട്ട് പോകാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ പ്രശ്നമില്ലാത്ത രീതിയിലാണ് പോയത്. തിരിച്ചിനി അപ്പുറത്ത് ചാടണം. വെള്ളത്തിലിറങ്ങാൻ ഷൂ നനയൊന്ന് പേടിച്ചാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാത്തത് വേറൊരു കാര്യം. നമുക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങോട്ട് തന്നെ പോകാം. നമുക്ക് പറയട്ടെ, ഈ
ഞാനിടത്തപ്പോൾ ഇഷ്ടംപോലെ മലയാളി ഫാമിലീസ് വന്നു ഇവിടെ കുറച്ച് കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ അവരെയും കണ്ട് നേരെ മുകളിലോട്ട് സഞ്ചരിക്കുകയാണ്. ഇനി മുകളിലോട്ടുള്ള വിഷ്വൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടല്ലോ, എങ്ങനെയാണ് അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെ ചേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ എങ്ങനെ വരാമെന്ന് അറിയാൻ പറ്റും. മുകളിലോട്ട് ചെല്ലും തോറും നല്ല കയറ്റമുണ്ട് കേട്ടോ. വെള്ളം കൊണ്ട് പോയില്ലേ പണി കിട്ടും. നമ്മൾ മോർണിംഗ് കയറുകൊണ്ട് ആ ഒരു വിഷമം വരത്തില്ല. അപ്പോൾ അവിടെ കുറേ സ്പോട്ടിൽ കുറച്ച് ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കും, കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സൈൻ ബോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മുകളിലോട്ട് തിരിച്ചു വരാൻ ഇതാണോ വഴി തന്നെ? അല്ല, നിങ്ങൾ തിരിച്ചു വരണം. ഓ, അങ്ങനെ കയറാൻ പറ്റുന്നില്ല. അപ്പം കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അവർ ചോദിച്ചപ്പോൾ അവർക്ക് കയറാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യൂ ഉണ്ട്, നമുക്ക് നിങ്ങൾ കാണാം. ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല ഞാൻ. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിലിറങ്ങും മെയിനായിട്ട് ശ്രദ്ധിക്കുക. കല്ല്, നല്ല കല്ല് നോക്കി തന്നെ കയറുക. ചറക്കിയാൽ വെള്ളത്തിൽ തന്നെ കിടക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യം വെള്ളത്തിൽ വീഴുന്ന കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കല്ല് വീണ് തല ഇടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഞാനിപ്പോൾ കയറിയ ഒരു കല്ല് കണ്ടല്ലോ, ഒറ്റ കല്ലാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല ആട്ടമൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് മാറാം. ഇവിടെ വന്ന് കുളിക്കാൻ താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് കുളിച്ച് നനച്ച് ജപിച്ചിട്ടൊക്കെ പോവാം. കാര്യം അത്രയും കിട്ടുന്ന സ്പോട്ടാണ്. കാര്യം വലിയ ഡേഞ്ചറൊന്നും അല്ല. ഓരോ സ്ഥലങ്ങളിലും ഗൈഡ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഓലപ്പുരയൊക്കെ പണ്ടത്തെ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. അത് അതിൻ്റെ അകത്തിരിക്കാനുള്ള സൗകര്യം മുളയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു റെസ്റ്റ് ചെയ്തിട്ട് സമാധാനത്തിൽ പോകാം. അപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ടാണ് വെള്ളച്ചാട്ടം കാണാനുള്ളത്, കണ്ടല്ലോ. കയറിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല നല്ല സ്പോട്ടുകളാണ്. അധികം വലിച്ചു നീട്ടുന്നില്ല ഞാൻ. കയറുമ്പോൾ ചറക്കുന്ന ശ്രദ്ധിക്കുക. ചറക്കിയാൽ നേരെ താഴെ പോകും. താഴെ പോയാൽ തലയിടിക്കും, തലയിടിച്ചാൽ ചോര വരും. അയ്യോ. അപ്പോൾ ഇവിടെ കയറിപ്പോൾ നമ്മൾ പ്രത്യേകം റോപ്പ് ചെയ്തിട്ടുണ്ട്. റോപ്പിത്തെ പിടിച്ച് കയറാൻ ശ്രമിക്കുക. എൻ്റെ ഈ റോപ്പ് പിടിക്കാൻ പറ്റത്തില്ല, കാര്യം എൻ്റെ കയ്യിൽ ക്യാമറ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലോട്ടാണ് കിടില വെള്ളച്ചാട്ടം കേട്ടോ. ഇത് കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചെറിയ വെള്ളച്ചാട്ടം മുകളിലോട്ട് കാണുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ നിന്നൊക്കെ മല നല്ല വൃത്തിയായി കാണാൻ പറ്റും, കണ്ടല്ലോ. ഞാനിപ്പോൾ താഴോട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു പാറയുടെ പുറത്താണ് കയറിക്കുന്നത്. അധികം പൊക്കമില്ലാത്ത ചെറിയൊരു പാറപ്പുറത്ത്. അങ്ങോട്ടും പോകെ പാറ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയണ, കയറുമ്പോൾ ശ്രദ്ധിക്കുക, സേഫ്റ്റി മുഖ്യം. ബിഗിലെ എല്ലായിടത്തും കയറ് പോലത്തെ ചെറിയ ചെറിയ വള്ളികളാണ് ഇട്ടിരിക്കുന്നത്. അതിൽ പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ കയറണം നമ്മൾ കയറുമ്പോൾ, കണ്ടല്ലോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിടിച്ചാൽ മതി. ഏറ്റവും ടോപ്പിൽ കയറ് തൂങ്ങി കിടന്നാണ്. സേഫ്റ്റി മുഖ്യം. അപ്പം പ്രായം ഒരിക്കലും വരരുത്. കാര്യം ചെറിയൊരു ട്രക്കിങ് പോലെയാണെന്ന് പറയാം. കാര്യം കല്ലും എല്ലാം വലിഞ്ഞ് കയറണം, അതും കയറി പിടിച്ച്. അയ്യോ അയ്യോ, വേണമെങ്കിൽ കയറി പിടിച്ചാൽ ചേട്ടാ. ഇല്ലാത്ത കണ്ടില്ലേ, ഒരു മരത്തിലൊക്കെ പിടിച്ച കയറ് കെട്ടി. അതുകൊണ്ടില്ല, വെള്ളച്ചാട്ടത്തിൽ പോകണമെങ്കിൽ ആൾക്കാരിങ്ങനെ കയറി പിടിച്ച് മുകളിലോട്ട് ഇറങ്ങാം. ടോപ്പിലൊക്കെ ആൾക്കാരിരിക്കുകയാണ്, ചേച്ചിമാരൊക്കെ ഇരിക്കുകയാണ് നമുക്ക് ഗൈഡ് തരാൻ വേണ്ടി. അപ്പോൾ ഈ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും എങ്ങനെ പറ്റും നമുക്കറിയത്തില്ല. മുകളിലോട്ടുള്ള വിഷ്വൽ നമുക്ക് മുകളിൽ പോയി തന്നെ എടുക്കാം, കണ്ടല്ലോ നിങ്ങൾ. ചേച്ചി അതിലേ കയറാൻ വഴിയുണ്ടല്ലോ പോകാൻ വേണ്ടി. ആ ചേച്ചി മരുതിൽ തന്നെ കയറിയേ എന്നാ. എന്തായാലും ഞാനും മുകളിലോട്ട് കയറാൻ പോകുന്നു. ഒരു അഡ്വഞ്ചർ യാത്രയ്ക്ക് ഞാനും പോവുകയാണ്. മല കയറാൻ ചറക്കി താഴെ പോയില്ലെങ്കിൽ ഞാൻ മുകളിൽ കാണും, കണ്ടല്ലോ. കയറ് പിടിച്ച് തന്നെ കയറാം, കണ്ടല്ലോ. കാലിൽ ഗ്രിപ്പുള്ള ഷൂ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വിഷയമല്ല. എന്നാൽ പോലും വെള്ളത്തിൽ നമ്മൾ മാക്സിമം ചവിട്ടരുത്. വെള്ളത്തിൽ ചവിട്ടിയാൽ ഉറപ്പായിട്ട് ചറക്കും. അത് പാറയിൽ കയറി ശീലമുള്ളവർക്ക് അറിയാം. വെള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ചറക്കും വന്നു. അല്ലാത്തവർക്ക് പ്രശ്നമില്ല, സുഖമായിട്ട് കയറാം. പക്ഷേ ചറുകി കഴിഞ്ഞാൽ നേരെ തലയടിക്കാൻ ചാൻസ് കൂടുതലാണ്. കാര്യം നമ്മളതിലൊരു സെൽഫി സ്റ്റിക്കാണ് കഴിക്കുന്നത്, കണ്ടല്ലോ. മാക്സിമം വെള്ളത്തിൽ ചവിട്ടരുത്, അത്രേ പറയാനുള്ളൂ. വെള്ളത്തിൽ ചവിട്ടാതെ തന്നെ പോവാം, കണ്ടില്ലേ മുകളിലോട്ടുള്ള വ്യൂ. ഇവിടെ ടോട്ടൽ കയറ് കെട്ടിയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും മുകളിലോട്ട് വലിഞ്ഞ് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ പാറ മൊത്തം വെള്ളമാണ്. വെള്ളത്തിൽ ചവിട്ടാതെ പോവുക. വെള്ളത്തിൽ ചവിട്ടിയ ചർക്കും.
കണ്ടില്ലേ, അവിടെ താഴോട്ടൊക്കെ ആ ചേച്ചി ഗൈഡ് കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തിൽ പേടിക്കണം, ഗൈഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ആൾക്കാർ കയറി ഇരിക്കുക, സുഖമായിട്ട് ഇരിക്കണ്ടില്ലേ, മുകളിലോട്ടൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഗ്രിപ്പുള്ള ചെരുപ്പില്ലാതെ മുകളിൽ കയറരുത്, ചറക്കി വീഴും. ഞാനും ചറക്കൊന്നും എനിക്ക് അറിയത്തില്ല, ചെരുപ്പിൽ ഗ്രിപ്പുള്ളതുകൊണ്ടാണ് കയറിയത്. രക്ഷയല്ല, അത്രയും കിടില വൈബാണ് കേട്ടോ. മുകളിലോട്ട് ഓടി കയറാം. മാക്സിമം റോപ്പ് യൂസ് ചെയ്ത് തന്നെ കയറുക. നമ്മൾ ഈ പാറയിലൊക്കെ കയറി ശീലമുള്ളതുകൊണ്ടായിരിക്കാം റോപ്പ് നമുക്ക് കുഴപ്പമില്ല. റോപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ റോപ്പ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ കണ്ടല്ലോ, റോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാര്യം ചെരുപ്പ് ഗ്രിപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ റോപ്പ് യൂസ് ചെയ്യാത്തത്. യൂസ് ചെയ്താൽ കയറാവൂ, റോപ്പ് പിടിക്കാൻ പറ്റത്തില്ല. അയ്യോ, നമുക്കിവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ നമുക്കിരിക്കാം കുറച്ച് നേരം. അയ്യോ, കണ്ടല്ലോ ആൾക്കാരെങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടി കയറി വരുന്നതെന്ന് എൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ, ആൾക്കാരൊക്കെ എന്ത് കൂളായിട്ടാണ് കയറി വരുന്നത്. സാഹസികമായി കയറി വരുന്നുണ്ടല്ലേ ആൾക്കാർ, എന്ത് കൂളായിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ മലകയറ്റാണ് അടുത്ത് വരുന്നത്. അത് അല്പം ഡേഞ്ചറാണ്, കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് നമ്മൾ അല്പം കെയർ എടുത്ത് തന്നെ കയറുക. ഞാനിപ്പം സൂക്ഷിച്ചാണ് കയറുന്നത്. കണ്ടില്ലേ, ഇവിടുത്തെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലായിരുന്നോ? അധികം താഴ്ചയൊന്നുമില്ല, അവിടെ വെള്ളം പോകുന്നുണ്ടായിരുന്നോ? കണ്ടില്ലേ? അയ്യോ, റോപ്പ്. നമുക്കപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്ന റെസ്റ്റ് ചെയ്യാൻ നമുക്ക് താട്ട് നോക്കിക്കൊണ്ടിരിക്കാം. ഇനി മുകളിലോട്ട് കയറാം, നമുക്ക് കയറാൻ പണി കിട്ടുമല്ലോ. ഇല്ല, അയ്യോ ജലദോഷം പിടിച്ചേ. നമുക്ക് മാക്സിമം അടുത്തോട്ടുള്ള വ്യൂ ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ നേരെ താഴോട്ട് അങ്ങനെ പോകുന്നുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അളന്ന് നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ മാറിയിരിക്കാം. സത്യം പറഞ്ഞാൽ കാട്ടിൻ്റെ ഭംഗിയുണ്ട്, എന്ത് രസമാണ് കാണാൻ. വെള്ളച്ചാൽ ടോപ്പിലാണ്, നമുക്ക് അതുവഴി കയറി നോക്കാം അങ്ങോട്ട് പോയിട്ട്. ഇവിടെ പേടിക്കുന്നവർ ഈ റോപ്പ് പിടിച്ചതിന് മാക്സിമം കയറാൻ ശ്രമിക്കുക. റോപ്പ് ചറക്ക് ഇവിടെ കണ്ടില്ലേ, നല്ല ചറക്കലുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ആ രണ്ട് ചേച്ചിമാരെ കണ്ടിരുന്നത്. രണ്ട് ചേച്ചിമാർ എന്ത് സാഹസികമാണ് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന അറിയാമോ? അപ്പോൾ അവർക്ക് ഇവിടെ കയറാനും വലിയ പേടിയൊന്നുമില്ല. അതാണ് എനിക്ക് എടുത്ത് പറയേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇവിടെ ഒരു 360 വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. ഇപ്പോൾ ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തുള്ള വീഡിയോ കണ്ടല്ലോ നിങ്ങൾ. ഒട്ടും പ്രതീക്ഷയാക്കാൻ ഇവിടെ വന്നെത്തിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ. ഇവിടെ പറയുന്നത് നമ്മൾ ജസ്റ്റ് നമുക്കൊരു വീഡിയോ എടുത്തിറങ്ങാം. കാര്യം നമുക്ക് മുകളിൽ കൂടെ പോയൊരു വിഷയം എടുക്കാം. കണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ നമുക്കിതിലെ ഈ റോപ്പ് പിടിക്കാതെ നമുക്കിതിലെ മാക്സിമം കയറാം. ഒരു അഡ്വഞ്ചർ അട്ട വരും, കൊളയട്ട കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അത് നോക്കിക്കോണം. എന്തായാലും റോപ്പ് പിടിച്ചേ പറ്റൂ. ഇല്ല ചറക്കലൊന്നുമില്ല, ആ കാര്യത്തിൽ പേടിക്കണ്ട. പക്ഷേ നമുക്ക് റോപ്പ് പിടിച്ചേ പറ്റൂ, അത് വേറെ കാര്യം. അപ്പം ഇവിടെ ചെറിയൊരു ഗുഹയുണ്ട്. ഗുഹയ്ക്കകത്ത് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നമുക്ക് അടുത്ത് കാണാം. അവിടെ വേലിയൊക്കെ ഇട്ടുണ്ട്, ആ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പാമ്പ് ഇഴജീവികൾ കാണാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കാര്യം തണുപ്പുള്ള പ്രദേശത്താണല്ലോ ഇത് കൂടുതൽ സ്ഥിതി ചെയ്യുന്നത്.
എന്ന് പറഞ്ഞാൽ പാറ അടവെടുത്ത് നിർത്തിക്കുമ്പോഴേക്കും കാരണം അത്രയ്ക്ക് വെള്ളമാണ് ദേഹത്തൊക്കെ മഴ വരുമ്പോൾ ഫീല് കണ്ടല്ലോ. ഇത് തല വീഴുന്ന അപ്പം ആൾ തീരും, അത്രയ്ക്ക് വെള്ളമാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ ഇരുന്ന പാറയാണ് ഇതാ കാണുന്നത്. ഇവിടുത്തെ വ്യൂ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ബോർഡ് കയറുന്നതെന്ന് വായിച്ചിട്ട് കയറാൻ നല്ലതായിരിക്കും. കാര്യം ഒരാൾ പറയുന്നതിനെക്കാട്ടിലും നമ്മളത് വായിച്ച് മനസ്സിലാക്കണം, അത്രയും നല്ലതാണ്. ഈ കിടക്കുന്ന ട്യൂബുകളൊക്കെ ഉണ്ടല്ലോ, താഴത്തെ വീട്ടുകാർ വെള്ളം എടുക്കുന്ന ട്യൂബാണ് ഈ കാണുന്നത്. ഇതുവഴിയാണ് വെള്ളം താഴത്തെ വീട്ടുകാർ ഒരു മോട്ടറിൻ്റെ സഹായം ഇല്ലാതെ എടുക്കുന്നത്. അപ്പം മീൻമുട്ടി വാട്ടർഫാൾസ് ഒരു രക്ഷയില്ല, അത്രയും കിടിലാണ്. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം അത്രയും ശുദ്ധമായ വെള്ളമാണ്, നമുക്ക് ഡയറക്റ്റ് കോരി കുടിക്കാം, വിഷയമല്ല. പക്ഷേ എനിക്ക് കോരി കുടിക്കാൻ അല്പം പേടിയുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.